മനുഷ്യ ജീവിതത്തിൽ കൺമുമ്പിൽ കാണുന്ന പ്രതിസന്ധികളും കൺമുമ്പിൽ കാണുന്ന വെല്ലുവിളികളും കണ്ട് മനുഷ്യൻ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. ഒരുവൻ തളർന്നു പോയാൽ അവനെ വാക്കുകൊണ്ട് താങ്ങണമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തളർച്ച നിനക്ക് നേരിടുമ്പോൾ നിന്നെ താങ്ങിപ്പിടിക്കാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇറങ്ങാൻ പോവുക. ഞാൻ ബൈബിളിൽ നിന്നൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങിപ്പിടിക്കണം. ചിലരെ വാക്കുകൊണ്ട് താങ്ങണം, ചിലരെ ചിലതൊക്കെ അവരുടെ അടുക്കൽ എത്തിച്ചു കൊടുത്തു വേണം അവരെ താങ്ങിപ്പിടിക്കാൻ. ചിലരെ വാക്കുകൊണ്ട് താങ്ങിയാൽ മതി. ചില വ്യക്തികൾ ബലപ്പെടാൻ ഒരു വാക്ക് മതി. ചില തളർന്നിരിക്കുന്ന ആൾക്കാരുടെ അടുക്കല്, പ്രത്യേകിച്ച് ഈ രോഗികളായിരിക്കുന്ന ആൾക്കാർ, സാമ്പത്തിക തകർച്ച വന്നിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ഈ രോഗം ഇങ്ങനെ വന്നിട്ട് മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്ന ആ രോഗം കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെല്ലാം കൂടെ മനസ്സിലോട്ട് കയറിയിട്ട് കടബാധ്യത വന്നിട്ട് വീട് ജപ്തിയാകുന്നതും ജോലി നഷ്ടപ്പെട്ടിട്ട് കുടുംബം തകരുന്നതും ഇങ്ങനെയുള്ള ഭയാനകരമായ കാഴ്ചകൾ കണ്ട് അവരുടെ മനസ്സിങ്ങനെ തളർന്നു 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 ഞാൻ തീരാൻ പോവാമല്ലോ, ഞാൻ അവസാനിക്കാൻ പോവാമല്ലോ എന്ന് കൂടെ കൂടെ അവരുടെ മനസ്സിൽ മന്ത്രിക്കുമ്പോൾ, ഹോ സ്തോത്രം, നിന്നെ അവരുടെ അടുക്കൽ എത്തിക്കുന്ന എന്തിനാണെന്നറിയാമോ? തളർന്ന് കിടക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ എലിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ തളർന്നു കിടക്കുക. അവനെ താങ്ങിപ്പിടിക്കാൻ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. തളർന്നു കഴിഞ്ഞുള്ള അവന്റെ പ്രാർത്ഥനയൊക്കെ ബൈബിളിലുണ്ട്. കർത്താവേ, എനിക്ക് ഇപ്പം മരിക്കണം. അത് തളർച്ചയിൽ പറയുന്ന വാക്കുകളാണ്. എന്നാൽ സ്വർഗത്തിലെ ദൂതൻ വന്നവനെ തട്ടി ഉണർത്തി അവന് കൊടുക്കേണ്ടത് കൊടുത്ത് അവനെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ നടത്തിച്ചു. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന സന്ദേശം, തളർന്നിരിക്കുന്ന ചിലരെ താങ്ങിപ്പിടിക്കാൻ. എൻ്റെ അടുക്കൽ ഏതു തളർന്ന വ്യക്തി വന്നാലും അവനെ ഞാൻ ധൈര്യപ്പെടുത്തും. കാരണം അവരെ താങ്ങിപ്പിടിക്കാനുള്ള കരുത്ത ദൈവം നമുക്ക് തന്നേക്കുന്നു. ഈ ദിവസങ്ങളിൽ തളർന്നിരിക്കുന്നവരെ, നിന്റെ വീട്ടിൽ ആരെങ്കിലും തളർന്നിരിക്കുവാണോ, ഓഫീസിൽ ആരെങ്കിലും തളർന്നിരിക്കുവാണോ, അവരെ താങ്ങിപ്പിടിക്കണം. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു കൃപ നിങ്ങൾക്കെല്ലാം തരട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ തളർച്ചകളും അവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങളും മാറി അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തളർന്ന ചിലരെ താങ്ങിപ്പിടിക്കുക. കർത്താവ് കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു.